ചിക്കൻ 65. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ആവശ്യത്തിന് മല്ലിയിലയും കുറച്ച് ഉണക്കമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് ചിക്കനിലേക്ക് ആഡ് ചെയ്യുക. ഒരു കപ്പ് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധാ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് 3 ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവായതിനാൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് 2-3 സ്റ്റെപ്പായിട്ട് ഞാൻ ഇതെല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, അതുപോലെ പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.